Yeah. Sometimes I get so mad, there's no controlling me. My thoughts get so bad, I'm like, I might grab a bat, I don't know. My wrath, my blood boils over like, oh God, here goes. I lost all feeling from my head to my toes. You said some shit that I can't let go, so just stay tuned for the rest of the show. So have you ever felt betrayed? Switches how you see things. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോകുന്നതാണ് അഹമ്മദാബാദിൽ. ഇപ്പം രാവിലെ കുളിച്ചൊരുങ്ങി സൂറത്തിലെത്തിയിട്ടുണ്ട്. സൂറത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ 8:58 ട്രെയിനായിരുന്നു. 2 മിനിറ്റ് വൈകിയാണെങ്കിലും വന്ദേ ഭാരത് ടൈമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പേര് ഈ വീഡിയോ ചെയ്തുകൊണ്ട് വന്ദേ ഭാരതിനകത്തുനിന്നുള്ള വീഡിയോ ഒന്നും ഞാൻ ചെയ്തില്ല. അപ്പോൾ നമുക്ക് യാത്ര ചെയ്തിട്ട് നേരെ അവിടെ കാണാം അഹമ്മദാബാദിൽ ഇപ്പോൾ 11:25 ആയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ എത്തി. ഏകദേശം 2-2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തി. അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് മെട്രോയിലെ സ്റ്റേഷനിൽ നിന്നും ടിക്കറ്റ് എടുത്ത് വസ്ത്രാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കയറുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ കോയിൻ എടുത്തതിന് ശേഷം പെട്ടെന്ന് മാറിക്കണം, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കട്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർക്കത് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു കട്ടാവുന്ന സാധനം എന്താണെന്ന് ചോദിച്ചു നോക്കിയാൽ മതി. 22 ഫീമെയിലിൽ കട്ടായതുപോലെ കട്ടാവാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ വേഗം നടന്നു. അനിലണ്ണന് അതെല്ലാം കേട്ടു സന്തോഷമായി. ഞങ്ങൾ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. മെട്രോയിൽ കയറി പക്ഷേ ഒരു അബദ്ധം പറ്റി. അബദ്ധമാണ് ഞങ്ങൾ 2 സ്റ്റേഷനുണ്ട് ഒരേ പേരിലുള്ള. ആ 2ാമത്തെ സ്റ്റേഷനിൽ ഇറങ്ങുന്നതിന് പോയി ഞങ്ങൾ 1ാമത്തെ സ്റ്റേഷനിൽ ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തു. 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ട്രെയിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ അത്രയും സമയം കൊണ്ട് ഞങ്ങൾ മനോഹരമായ ആ സിറ്റിയുടെ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഒരു സൈഡിൽ കോണിൽ മാറി നിന്നു. ഇതൊന്നും കണ്ടിട്ട് ആരും പേടിക്കേണ്ട, അതൊക്കെ വേറെയുള്ള സ്ഥലമാണ്, അതായത് പുറമ്പോക്ക് സ്ഥലത്തിൽ വീട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടെ ചെറിയൊരു പണിയുണ്ട്. ഇതിവിടുത്തെ ഒരു മോളാണ്. ഈ മോളിൽ സിനിമ തിയേറ്റർ മുതൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. മോളിനകത്ത് വന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെറുതെ ടൈം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉണ്ട്. ടൈം പാസ് ചെയ്യുന്ന ചൂട് കാരണം AC-യിലിരിക്കാൻ വേണ്ടിയാണ് കൂടുതൽ ആൾക്കാർ ലുലു മാളിൽ പോകുന്ന പോലെ തന്നെ ഇവിടെയും ചുമ്മാ വന്ന് കറങ്ങിയടിച്ച് തിരിച്ചു പോകാറുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ പണിയിലേക്ക് പോയി. അത് ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. തിരിച്ചിറങ്ങി. ഇതാണ് ആ മോളിൻ്റെ വെളിയിൽ നിന്നുള്ളൊരു ലുക്ക്. അതിനുശേഷം ഇനി ചെറിയൊരു നല്ല ഷൂട്ട് ചെയ്തതിന് ശേഷം, അതായത് നല്ലൊരു ലുക്കായതുകൊണ്ട് മാത്രം ഞാൻ അതിലേക്ക് കുറച്ച് ഫോക്കസ് ചെയ്തു. പിന്നെ ഞങ്ങളൊരു ഓല ബുക്ക് ചെയ്തു. ഓലയിൽ കയറിയ ശേഷം ഞാൻ അവനോട് ചോദിച്ചു എങ്ങനെയാണ് അഹമ്മദാബാദിനെ പറ്റി ചോദിച്ചപ്പോൾ പറയുന്നത് അടിപൊളിയാണ് സംഭവം. ഇപ്പോഴത്തെ പുതിയ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് അവൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. അതായത് സ്റ്റേഷൻ റോഡിൽ പുതിയൊരു ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു വെളിയിലുള്ള ഒരു കൺട്രി, അതായത് ദുബായ് പോലുള്ള ഒരു കൺട്രിയെ പോലെയാണ് തോന്നുന്നതെന്നാണ് പറഞ്ഞത്. ഇതൊരു ജസ്റ്റ് നൈറ്റ് വ്യൂ. അപ്പോൾ ഗുഡ് നൈറ്റ്. ഇനി രാവിലെ എനിക്ക് എണീറ്റ് വീണ്ടും തിരിച്ചു പോകണം അടുത്ത എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക്. ഗുഡ് മോർണിംഗ് അഹമ്മദാബാദ്. 2ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എണീറ്റപ്പോൾ അത്ര മനോഹരമായൊരു കാഴ്ച മെട്രോ ട്രെയിൻ. ഇത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് പയ്യെ ഇറങ്ങി വരുന്ന മെട്രോയുടെ ഒരു ലുക്ക് തന്നെ അടിപൊളി സംഭവമായിരുന്നു. അപ്പോൾ രാവിലെ നാസ്ത കഴിക്കുന്നതിന്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. മെട്രോ ട്രെയിനിൻ്റെ ലുക്ക് മൊത്തം ഡെവലപ്മെൻറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ വളരെ നല്ലൊരു ഡെവലപ്മെൻറ്റാണ്. ഗുജറാത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വലിയൊരു പങ്കുണ്ട്. ഇവിടെ ഒന്ന് നോട്ട് ചെയ്യണം. ഈ കാണുന്നത് ഒരു പുഴയാണ്, ചെറിയൊരു പുഴ. അതായത് കനാലെന്ന് നമ്മുടെ നാട്ടിൽ പറയും. ഇറിഗേഷൻ, അതായത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വരുന്ന വഴിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ആയി. ഇതിപ്പോൾ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ പുതിയൊരു പാർട്ടായിട്ട് ഈ ഒരു കനാലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കനാൽ നിർമ്മിക്കുന്നതിന് മുകളിലൂടെ തന്നെ വീണ്ടും അവരൊരു ബസ് സ്റ്റോപ്പ്, അതായത് ഒരു ബസ് റൂട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴെ കനാലും മുകളിലൂടെ ബസ് റൂട്ടും. അങ്ങനെ മെട്രോയുടെ ഇവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും തിരിച്ചു അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ അടുത്ത് വേറൊരു മോളിൽ ഒരു LED TV കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി. കൊള്ളാം, ഈ ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് അതിനുശേഷം ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ CBD മോളിൽ എത്തിയിട്ടാണ്. CBD മോളിലെ ചെറിയൊരു പണികളുണ്ട്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഇറങ്ങിയപ്പോൾ ഈ കാണുന്ന റോഡിൽ കണ്ടു കഴിഞ്ഞാൽ പട്ടിണി പാവങ്ങളുടെ റോഡാണെന്നൊന്നും വിചാരിക്കേണ്ട. ഈ റോഡിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ മൊത്തം വീടുകൾ ഇനിയും പൊട്ടാൻ പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലങ്ങളിൽ കുടിയേറി പാർത്തിട്ടുള്ള ആളുകളുടെ അവിടെ വീട് വെച്ചിട്ടുള്ളതാണ്. അത് ഗവൺമെൻറ് അവർക്കുള്ള ടേണമെൻറ്റ്. അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വസ്തു ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ സ്ഥലമില്ലാത്തവർക്ക്
സ്വന്തം പേരിൽ ഒന്നുമില്ലാത്തവർക്കായിട്ട് ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ നിന്നൊരു എന്താ പറയുന്നത് കുറി മാതിരി ഒരു സംഭവമുണ്ട്. അതിൽ നമ്മൾ പ്രൂഫ് ചെയ്യണം നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെന്നുണ്ടെങ്കിലും അത് ഗവൺമെൻറ് ത്രൂ, അതായത് ബാങ്ക് ത്രൂ ആണത്. അത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നറുക്കെടുപ്പിലൂടെ കിട്ടുന്നവർക്ക് സ്വന്തം പേരിൽ ഒരു വീടാണ് കൊടുക്കുന്നത് അവർ. അതും ഏകദേശം 30 മുതൽ 60% ആൾക്കാർക്കാണ് കൊടുക്കുക. അതിന് ഉച്ചയാകുന്ന വിശന്ന് പണ്ടാറടങ്ങി ഞാൻ വിചാരിച്ചു കഴിക്കാൻ ചെന്ന് കയറിയത് നല്ല അടിപൊളി ഗുജറാത്തി താലി. ഇവിടെ നമ്മൾ താലി എന്ന് പറയും, നാട്ടിലെ ഊണാണ് ഇവിടുത്തെ താലി. ആ താലി കഴിക്കാൻ വേണ്ടി കയറി. എവിടെയാണ് കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്കോൺ താൽ എന്ന് പറയുന്ന ആ ഒരു ഹോട്ടലിലേക്കാണ് ചെന്ന് കയറിയത്. ഇവിടെ അൺലിമിറ്റഡ് ഫുഡാണ്, എത്ര വേണമെങ്കിലും കഴിക്കാം. അതിൽ 2 ഇതാണുള്ളത്, ഒന്ന് 200, രണ്ടാമത്തേത് 400. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 400-താണ്. അതിനകത്ത് കുറച്ച് സ്വീറ്റ്സ് ആയിരുന്നു കൂടുതലാണ്. ഇവിടെ സ്പെഷ്യലി ഗുജറാത്തിൽ സ്വീറ്റ്സ് ഒരു അധികമായി കഴിക്കുന്ന ആൾക്കാരാണുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഷുഗർ ഇല്ല, അതാണ് വലിയൊരു കാര്യം. ഷുഗർ പെർസെൻറ്റേജ് വളരെ കുറവാണെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല. ഇനി ഇത് കേട്ടിട്ട് ആരെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കമൻ്റായിട്ട് എന്നോട് പറയാം. ഓക്കെ, നോ പ്രോബ്ലം. അതിനുശേഷം തൈരുമാ എല്ലാ സാധനവും ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോരോ ഐറ്റംസ് വന്നിട്ട്. അവരിങ്ങനെ ലൈനിൽ നിൽക്കും. നമ്മൾ വേണ്ട സാധനങ്ങൾ ഒരു പേര് പറയും, നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ അവരിട്ടരും, വേണ്ടെന്ന് പറഞ്ഞാൽ വിട്ടരും. അതേപോലെ തന്നെ റൊട്ടിയും ഇപ്പം നമ്മൾ മലയാളികൾ കണ്ടു കഴിഞ്ഞാൽ പറയും, അയ്യേ എന്തുപാടെ ഈ റൊട്ടി മാത്രമാണ് അവിടെ തിന്നുന്നത്, നമുക്ക് ചോറ് വേണം. ചോറ് തിന്നില്ലെങ്കിൽ ഒരു മലയാളിക്കും ഉറക്കം വരില്ല എന്നുള്ളത് ഒരു സത്യമായൊരു കാര്യമാണ്. എങ്കിൽ പോലും റൊട്ടി അടിച്ചു, റൊട്ടിക്ക് ശേഷം പിന്നെ ലാസ്റ്റാണ് നമുക്ക് ചോറ് തരുന്നത്. ഇവിടെ ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചോറ് തിന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കരഞ്ഞു പറഞ്ഞ് തിന്നില്ലേ, അതുകൊണ്ട് പകരമായിട്ടാണ് ഇവിടെ ചോറ്. അതായത് ഒരു ടേസ്റ്റ് ഉണ്ട്. ഏറ്റവും വലിയൊരു കാര്യം, ഇരിക്കുന്നത് തന്നെ ഇതുപോലൊരു പാത്രം കൊണ്ടൊന്ന് കൈ കഴുകും. ഇത് കണ്ടിട്ട് ഇനി ആരും സമരത്തിനൊന്നും വരരുത്, പാവങ്ങളാണ്, അവർക്ക് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയരുത്. അത് അവരുടെ ഒരു ട്രഡീഷണൽ സ്റ്റൈലാണ്. അതുകൊണ്ട് മാത്രം നമ്മളത് ഫോളോ ചെയ്യുന്നു. നമ്മളിരിക്കുന്നിടത്ത് കൊണ്ടുവരുന്നു, അത് കഴുകി അതിനുശേഷം അവരത് ക്ലീൻ ചെയ്ത് തരുന്നു. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് അടി കഴിഞ്ഞിട്ട് കുറച്ച് പണിയും കൂടെ കഴിഞ്ഞ ശേഷം ഇതാണ് റിവർ ഫ്രണ്ടിലുള്ള ഡെവലപ്മെൻറ്റ്. അതായത് നമ്മുടെ നാട്ടിലെ പുഴ പോലുള്ള സംഭവങ്ങൾ ഡെവലപ്പ് ചെയ്ത് അതിൽ കൂടെ ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ടും റോഡ് ഉണ്ടാക്കുകയാണ് റിവർ ഫ്രണ്ട്. അതേപോലെ തന്നെ ഇതാണ് എയർപോർട്ട് റോഡിൽ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഒരു എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് പോകുന്ന ഒരു വഴിയാണിത്. ഈ റോഡിൽ ഇപ്പോൾ തന്നെ ഈ അപ്പുറം ഇപ്പുറമുള്ള സംഭവങ്ങളെല്ലാം ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ലൈറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ ലുക്ക് തന്നെ ചേഞ്ച് ആവും. ഇത് ഇൻ ഫ്യൂച്ചറിൽ എങ്ങനെ വരും എന്ന് കാണണമെന്നുണ്ടെങ്കിൽ സൂറത്ത് എയർപോർട്ട് റോഡ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അവിടെ ഇതേ ഓൾമോസ്റ്റ് ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. സംഭവം അടിപൊളി സംഭവമാണ്. നമുക്കൊരു ഫോറിൻ ലുക്കാണ് വരുന്നത്. അതായത് എയർപോർട്ട് റോഡിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് എൻട്രി, അതായത് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ഫണ്ടാണ് ഇതിലേക്ക് മുടക്കുന്നത്. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അതുപോലെ തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആണ് ഹൗസ് കീപ്പിംഗ്, അതായത് ക്ലീനിങ്. നിങ്ങൾ ഇപ്പോൾ തന്നെ നോക്കൂ, ഇത്ര പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡാണെങ്കിൽ പോലും എങ്ങും നമുക്കൊരു വൃത്തികേടായിട്ടുള്ള ഒരു സംഭവങ്ങളും കാണാറില്ല. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതാണ് അഹമ്മദാബാദ് എയർപോർട്ട്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അഹമ്മദാബാദ് എയർപോർട്ടിൽ ഇവിടെ നിന്നും പോകേണ്ടത് ഞങ്ങൾക്ക് പോകണം ഇൻഡോറിലേക്കാണ്. അപ്പം പെയ്യെ അഹമ്മദാബാദ് എയർപോർട്ട്. ഇതാണ് അഹമ്മദാബാദ് എയർപോർട്ടിന് ഉൾവശം. ഞാനങ്ങനെ തിരക്കി നടന്നു, ഒന്ന് കറങ്ങി നോക്കി എവിടെയാണ് നമ്മുടെ ഇൻഡിഗോയിൽ പോകാനുള്ള ഇൻഡിഗോയുടെ എന്താ പറയുക കൗണ്ടർ എവിടെയാണെന്ന് നോക്കി. അപ്പോൾ നീണ്ട ക്യൂ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ നോക്കിയപ്പോഴാണ് സെൽഫ് ചെക്ക് ഇൻ. അവിടെ നമുക്കൊന്നും ചെയ്യേണ്ട, അവിടെ സ്റ്റാഫുണ്ട്. നമ്മുടെ PNR നമ്പർ അവർ എൻട്രി ചെയ്ത് സംഭവങ്ങളെല്ലാം ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് PNR, നമുക്ക് നേരെ ടിക്കറ്റാണ് തരുന്നത്. ഇതാ വരുന്നു നമുക്കുള്ള ടിക്കറ്റ്, സെലക്ട് ചെയ്യുക. അതിനുശേഷം വന്നു ടിക്കറ്റ്. നമ്മൾ ലൈനിൽ നിന്ന് പോയി ലഗേജ് ഡ്രോപ്പ് ചെയ്ത് വെരിഫൈ ചെയ്ത് അതിനുശേഷം കൊടുക്കേണ്ട ഒരാവശ്യമില്ല. നേരെ അടുത്ത കൗണ്ടറാണ് സെൽഫ് ബാഗേജ്. ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എടുത്ത ടിക്കറ്റ് ആദ്യം ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് എടുത്തതിന് ശേഷം ആ ടിക്കറ്റ് സ്കാൻ ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് ബാഗേജിൻ്റെ സ്ലിപ്പ് കിട്ടും നമ്മുടെ പേരിൽ തന്നെ. അത് 3 സ്റ്റിക്കർ പെട്ടിയുടെ 3 ഭാഗത്തായിട്ട് ഒട്ടിക്കുക. അതായത് ഈ വരുന്ന സ്റ്റിക്കറിനതിൽ ഓരോ ചെറിയ സ്റ്റിക്കറുകളൊക്കെ 3 ഭാഗത്തായിട്ട് ഒട്ടിക്കുക. മെയിൻ സ്റ്റിക്കർ നമ്മൾ ഹാൻഡിൽ ഒട്ടിക്കുക. അതിനുശേഷം നേരെ എടുത്ത് അങ്ങോട്ട് എയർപോർട്ടേക്കുക.
എറിയുമ്പോൾ സൂക്ഷിക്കുക, പൊട്ടാനുള്ളത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒന്നും പറയരുത്. ഇത് മറ്റൊരു സംഭവമാണ്. ലോഞ്ചാണ്. ലോഞ്ചിൽ നമ്മൾ കയറുന്നതിന് വെറും 2 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് കുറേ സംഭവങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് വെറും 2 രൂപയ്ക്ക് അൺലിമിറ്റഡ് ഫുഡ്. അടിപൊളി സംഭവമാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട് അതിനകത്ത്. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞു. ഇതാ ഏകദേശം ഇൻഡോറിൽ മുകളിലൂടെ പറഞ്ഞ ഇൻഡോറിൽ ലാൻഡ് ചെയ്തു. വെൽക്കം ടു ഇൻഡോർ. ഇതാണ് ഇൻഡോർ എയർപോർട്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിച്ച് വെച്ച കയ്യിൽ നിന്നാലേ അടുത്ത വീഡിയോ കിട്ടത്തുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ മൈ യൂട്യൂബ് ഫാമിലി.